ഇനി നല്ല ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടും കോളിഫ്ലവർ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ഏകദേശം 3/4 കിലോ തൂക്കമുള്ള മീഡിയം വലുപ്പത്തിലുള്ള ഒരു കോളിഫ്ലവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് തിളച്ച വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് വെക്കണം. കീടനാശിനിയുടെ അംശമൊക്കെ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് 2-3 പ്രാവശ്യം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. വെള്ളം നല്ലപോലെ ഊറ്റിക്കളഞ്ഞ് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഈ ഒരു വലുപ്പത്തിൽ വേണം മുറിച്ചെടുക്കാൻ. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് വരും. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് നല്ലപോലെ തണുത്തതിന് ശേഷം വേണം മസാല പുരട്ടാനായിട്ട്. ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. ഒരു ബൗളിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കണം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീര്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പും. ഇതൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് ലൂസാക്കാൻ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് മിക്സ് ചെയ്യാം. ഈ ഒരു പാകത്തിന് വേണം മസാല തയ്യാറാക്കാൻ. കോളിഫ്ലവർ ഇപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി മസാല തേച്ച് പിടിപ്പിക്കാം. ഇതിന് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും മസാല പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇതിപ്പോൾ മസാല പുരട്ടി വെച്ചിട്ട് 1 മണിക്കൂറോളായി. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. ചൂടാക്കിയ ഒരു ചട്ടിയിലേക്ക് കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഡീപ്പ് ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ കോളിഫ്ലവർ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇട്ടൊരു 10 സെക്കൻഡ് ശേഷമേ ഇളക്കി കൊടുക്കാവൂ. കൂടുതൽ സമയം എണ്ണയിലിട്ട് പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആവിയിൽ വേവിച്ചെടുത്തതുകൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പൊരിഞ്ഞു വരും. ഉൾഭാഗം വേവാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഈ ഒരു പാകത്തിന് വേണം പൊരിച്ചെടുക്കാൻ. ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള കോളിഫ്ലവർ കൂടി 2-3 പ്രാവശ്യമായി പൊരിച്ചെടുക്കാം. ഇനി ഈ എണ്ണയിലേക്ക് 4-5 പച്ചമുളക് നെടുകെ കീറിയതും 8-10 അല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടി ചതച്ചതും കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇത് ചൂടോടുകൂടി തന്നെ കോളിഫ്ലവർ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇപ്പോൾ റെഡിയായി.